റവ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ 4 മണി പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്കുള്ള മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒന്നും ആവശ്യമില്ല, എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് അതിലേക്ക് പാകത്തിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള 1 കപ്പ് ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 3 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ്. നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ല ലൂസായിട്ടാണ് വേണ്ടത്, ഒരുപാട് കട്ടിയിട്ട് പോകരുത്, ലൂസായിട്ടുള്ള ബാറ്ററാക്കി തന്നെ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല, ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും നല്ല ആരെടുത്ത് കിട്ടാനും വേണ്ടി ചേർത്തോന്ന് മാത്രം. അവസാനം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഏകദേശം നല്ല ബ്രൗൺ കളറാക്കി എടുത്താൽ എണ്ണയിൽ നിന്ന് മാറ്റാം. തേങ്ങാക്കൊത്ത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ തേങ്ങാക്കൊത്ത് എണ്ണയിൽ വറുത്ത് കോരി എടുത്തു കഴിഞ്ഞാൽ ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും ഇതുപോലെ ഏകദേശം ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ ഈ വറുത്ത് കോരി എടുത്തിട്ടുള്ള ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് 2-3 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. പിന്നെ ബാറ്റർ ഇതുപോലെ നല്ല ലൂസായിട്ട് തന്നെ വേണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നല്ല ആരെടുത്ത് കിട്ടുകയുള്ളൂ. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് സെൻറ്ററിലൊന്ന് കുത്തി നോക്കുകയാണെങ്കിൽ മാവ് ഒട്ടി പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു അപ്പം ഉള്ളത്. ഏകദേശം കൽത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു അപ്പത്തിനുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാറ്റർ നല്ല ലൂസായിട്ടായിരിക്കണം. അതുപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് ഒരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നതിന് പകരം നമ്മൾ കൽത്തപ്പൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ അതേ രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതുപോലെ കൽത്തപ്പ രീതിയിലാവുമ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും, നോക്കിയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെന്ത് കിട്ടും. മുകൾ ഭാഗം ഒന്ന് സെൻറ്ററിലൊക്കെ ഒന്ന് കുത്തി നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടി പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ പാനിൽ നിന്ന് മാറ്റാം. ഇങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്, ഒറ്റയടിക്ക് തന്നെ പണി കഴിയുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പം ഉള്ളത്, അതുപോലെ തന്നെ നല്ല ആരെടുത്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.